ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ജംഉം കസറും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് അല്ല, ഇതൊരു അനുഭവ കഥയാണ്. ഈ അനുഭവ കഥയിൽ നിന്ന് ഹ്രസ്വമായി മസ്അലകളുടെ നൂലാമാലകളിലേക്കൊന്നും പ്രവേശിക്കാതെ ഏതൊരു സാധാരണക്കാരനും വളരെ ലളിതമായി ജംഉം കസറുമാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു രൂപം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു അനുഭവ കഥ ഞാൻ വിവരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വില്ലേജിലാണ്. ഇവിടെ നിന്ന് എൻ്റെ നാട്ടിലേക്ക് എനിക്ക് യാത്ര പോകണം. എൻ്റെ നാട് വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്ന് കുറച്ചകലെയാണ്. അവിടേക്കുള്ള യാത്ര, ഈ യാത്രയിൽ എൻ്റെ നിസ്കാരം, അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് യാത്ര പോവുകയുണ്ടായി. ആ യാത്രയിൽ ഞാൻ എങ്ങനെയാണ് നിസ്കരിച്ചത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനൊരുങ്ങുമ്പോൾ ആദ്യം ഞാൻ നോക്കിയത് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നതാണ്. 140 കിലോമീറ്റർ ഉണ്ട് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. കാരണം ജംഉം കസറും ആക്കുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ പരിധി 132 കിലോമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. അഥവാ അങ്ങോട്ടുള്ള യാത്ര മാത്രം, റിട്ടേൺ കൂട്ടുകയില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര, ആ ദൂരം 132 കിലോമീറ്റർ ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം ഒന്ന് നോക്കിയപ്പോൾ 140 കിലോമീറ്ററാണ് കൃത്യമായിട്ട് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇവിടെ നിന്നുള്ളത് എന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ജംഉം കസറും ആക്കാമെന്ന് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. യാത്രയിലെ നിസ്കാരങ്ങൾ ജംഉം കസറും ആക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ യാത്ര ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആരംഭിക്കുന്നത്. എനിക്ക് വഴിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലും മറ്റ് ചില കടകളിലുമൊക്കെ കയറേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം വൈകും. ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ ഇശാഇൻ്റെ സമയമാകുമെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ നിന്ന് ഞാൻ 12 മണിക്കാണ് യാത്ര ആരംഭിക്കാൻ പോകുന്നത്. യാത്ര ആരംഭിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ നിസ്കാരം അടുത്ത് തന്നെ ളുഹർ വരാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അസർ വരാനിരിക്കുകയാണ്. അഥവാ അസറിനെ ളുഹറിലേക്ക് ഇങ്ങോട്ട് വലിച്ച് ളുഹറിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുന്നതിനാണല്ലോ മുന്തിച്ച് ജമാക്കുക എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് മറ്റൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ളുഹറിനെ അസറിന്റെ സമയത്ത് നിസ്കരിക്കാം, അതിന് പിന്തിച്ച് ജമാക്കുക എന്നാണ് പറയാ. ഇങ്ങനെ യാത്രയിൽ മറ്റൊരു ഇളവ് കൂടി ശറ അനുവദിക്കുന്നുണ്ട്. അതാണ് കസ്റാക്കുക എന്നുള്ളത്. അഥവാ 4 റക്അത്തുള്ള നിസ്കാരത്തിനെ 2 റക്അത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. അതിനാണ് കസ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഇളവുകളും ഞാൻ സ്വീകരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും ഞാനൊരു ബൈക്കിലാണ് യാത്ര പോകുന്നത്. എനിക്ക് അതാത് സമയങ്ങളിൽ പള്ളികളിൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. എന്നാലും ഞാൻ ഈ ഇളവ്, ശറ നൽകുന്ന ഇളവ് സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ പറ്റും, ഈ ഇളവ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ 2 ഓപ്ഷനാണുള്ളത് എനിക്ക് എന്ന് ഞാൻ മുന്നേ സൂചിപ്പിച്ചു. ഒന്ന്, ആദ്യമേ നിസ്കരിക്കാം, മുന്തിച്ച് ജമാക്കാം, പിന്തിച്ചും ജമാക്കാം. അപ്പോൾ മുന്തിച്ച് ജമാക്കണോ എന്ന് ഞാൻ നോക്കിയപ്പോൾ, അഥവാ ളുഹറിന്റെ സമയത്ത് തന്നെ രണ്ടും നിസ്കരിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ യാത്ര ആരംഭിക്കാതെ എൻ്റെ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ, ജമാക്കിയും കസ്റാക്കിയും നിസ്കരിക്കാൻ പറ്റില്ല. യാത്ര ആരംഭിക്കണം, എങ്കിൽ മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ. പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. അഥവാ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജംഉം കസ്റാക്കി സ്വന്തം നാട്ടിൽ നിന്ന് ജംഉം കസ്റാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ പ്രദേശത്ത് നിന്ന് വിട്ടതിന് ശേഷം, ഈ എൻ്റെ പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ, ആ മറുനാട്ടിൽ വെച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ജംഉം കസ്റും ആക്കുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ആക്കാനേ പറ്റൂ, എൻ്റെ യാത്ര ആരംഭിച്ചതിന് ശേഷം. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, അഥവാ ഈ നിസ്കാരത്തിനെ അസറിലേക്ക് പിന്തിച്ച് ജമാക്കാം എന്നാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ 12 മണിക്ക്, ഉച്ചക്ക് 12 മണിക്ക് എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചു. യാത്ര ആരംഭിക്കുമ്പോൾ
ളുഹറിന്റെ സമയം ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ നിസ്കാരത്തിനെ അസറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ നിസ്കാരത്തിന് ളുഹർ നിസ്കാരത്തിന് അസറിലേക്ക് പിന്തിച്ചു എന്ന് ഞാൻ മനസ്സിൽ നിയ്യത്ത് കരുതിയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ളുഹർ നിസ്കാരം ഖളായി പോകും, അതിന്റെ പേരിൽ ഞാൻ കുറ്റക്കാരനാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ പിന്നത്തേക്ക് വൈകിപ്പിച്ചാൽ ചിലപ്പോൾ അത് മറന്നു പോകുമോ എന്ന് കരുതി എൻ്റെ യാത്രയിൽ പകുതി വഴിയിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുത്തു. ആ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ, ളുഹർ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഞാൻ എൻ്റെ ളുഹർ നിസ്കാരത്തിനെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കാൻ വേണ്ടി കരുതി എന്നുള്ള ഒരു നിയ്യത്ത് ഞാൻ വെച്ചു. അപ്പോൾ ഇനി എനിക്ക് അസറിന്റെ സമയത്ത് ഇത് രണ്ടും കൂടി നിസ്കരിച്ചാൽ മതി. അങ്ങനെ ഞാൻ യാത്ര തുടർന്നു. യാത്രയിൽ ഞാൻ അടിവാരത്തെത്തിയപ്പോഴാണ് അസറിന്റെ സമയമാകുന്നത്. അടിവാരത്ത് വെച്ചുകൊണ്ട് എനിക്ക് അസറും അതിനോട് കൂടെ തന്നെ ളുഹറും നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി അടിവാരത്തുള്ള പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാൻ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം ഏതാണ് നിസ്കരിക്കേണ്ടത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എനിക്ക് വന്നു. നമ്മൾ പിന്തിച്ച് ജമ്മാക്കുന്നത് കൊണ്ട് ആദ്യം ഇന്നത് നിസ്കരിക്കണം എന്ന് നിർബന്ധമല്ല. ആദ്യം അസറും നിസ്കരിക്കാം, അല്ലെങ്കിൽ ആദ്യം ളുഹറും നിസ്കരിക്കാം. ആദ്യം ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ അസർ നിസ്കരിക്കാം, അല്ലെങ്കിൽ ആദ്യം അസർ നിസ്കരിച്ചിട്ട് പിന്നെ ളുഹർ നിസ്കരിക്കാം. പിന്തിച്ച് ജമ്മാക്കുന്നത് കൊണ്ടാണ് ഇത്. നേരെ മറിച്ച് മുന്തിച്ചാണ് ജമ്മാക്കുന്നതെങ്കിൽ ഇത് പറ്റില്ല. തർത്തീബ് അനുസരിച്ച് ക്രമപ്രകാരം തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇവിടെ പിന്തിച്ച് ജമ്മാക്കുമ്പോഴും ഈ തർത്തീബ് സൂക്ഷിക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ളുഹർ നിസ്കരിക്കാൻ പോവാണ്. ളുഹർ നിസ്കരിക്കുമ്പോൾ ഞാൻ നിയ്യത്ത് ചെയ്യണം. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഞാനിവിടെ രണ്ട് ആനുകൂല്യം സ്വീകരിക്കുകയാണ്. ജംഅ മാത്രമല്ല, ജമാക്കുന്നതിന്റെ നിയ്യത്ത് ഞാൻ ആദ്യമേ വെച്ചു. ഇനി അതിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ കസറാക്കാനും കൂടി പോവുകയാണ്. അപ്പൊ സാധാരണ ഞാൻ നിയ്യത്ത് ചെയ്യുന്ന നിസ്കാരത്തിന്റെ, എൻ്റെ ളുഹർ നിസ്കാരത്തിന്റെ നിയ്യത്തിനോടൊപ്പം ഞാൻ ഈ ളുഹർ നിസ്കാരത്തിനെ കസറാക്കി 2 റക്അത്താക്കി നിസ്കരിക്കുന്നു എന്നുകൂടെ നിയ്യത്ത് വെച്ചു. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി ഉടനെ തന്നെ എഴുന്നേറ്റ് അസർ നിസ്കാരം സാധാ നിയ്യത്തിനോടുകൂടെ ഞാൻ 2 റക്അത്ത് കസറാക്കി നിസ്കരിക്കുന്നു, അസറിനെ കസറാക്കി നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്തും വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടുതൽ ക്യാപ്പ് കൊടുത്തില്ല. കാരണം കൂടുതൽ ക്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. 2 നിസ്കാരങ്ങൾക്കിടയിലും കൂടുതൽ ക്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ഒരു സൗകര്യം, നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ജംഇന്റെ നിയ്യത്ത് ആദ്യം വെച്ചു കഴിഞ്ഞു. പിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ളുഹറിന്റെ സമയത്ത് തന്നെ ളുഹറിനെ പിന്തിക്കുമ്പോൾ ജംഇന്റെ നിയ്യത്ത് വെച്ചിട്ടാ പോകുന്നത്. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ആ നിയ്യത്ത് ഇവിടെ പിന്തിച്ച് ജമ്മാക്കുമ്പോൾ വെക്കേണ്ടതില്ല എന്നതുകൊണ്ട് അങ്ങനെ ഞാൻ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ദുആല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വാഹനത്തിൽ വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര തുടർന്ന് വരുന്നതിനിടയിൽ 1-2 സ്ഥലങ്ങളിൽ എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ അവിടെയെല്ലാം പോയി സാവകാശമാണ് ഞാൻ യാത്ര ചെയ്തത്. അങ്ങനെ ഞാൻ കൽപ്പറ്റയിൽ എത്തുന്ന സമയത്ത് മഗ്രിബ് ബാങ്ക് വിളിച്ചു. കൽപ്പറ്റയിൽ എത്തുമ്പോൾ മഗ്രിബിന്റെ സമയമായി. ഇവിടെ വീണ്ടും ഞാൻ ആലോചിക്കുകയാണ്, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കണോ മഗ്രിബിനെ, അതോ ഇശായിനെ മുന്തിച്ച് ജമ്മാക്കണോ? വീണ്ടും ആലോചിച്ചു. അപ്പോൾ എനിക്ക് പിന്തിക്കുമ്പോഴേക്ക് ഞാൻ വീട്ടിലെത്തും. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റില്ല. പിന്തിച്ചാൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിന് മുമ്പായിട്ട് തന്നെ നിസ്കരിക്കണമല്ലോ. അപ്പൊ ഞാൻ ഈ നിസ്കാരത്തിനെ ആദ്യം നിസ്കരിച്ചത് അസറിലേക്ക് ളുഹറിനെ പിന്തിച്ചിട്ടാണ് നിസ്കരിച്ചത്. ഇനി ഈ മഗ്രിബിലേക്ക് ഇശായിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവിടെ എനിക്ക് ജംഉം കൂടെ കസറും രണ്ട് ആനുകൂല്യവും എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മഗ്രിബ്
ആണല്ലോ ആദ്യം നിസ്കരിക്കേണ്ടത്. മഗ്രിബാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. കാരണം മുന്തിച്ച് ജമാക്കുമ്പോൾ തെർത്തീബ് നിർബന്ധമാണ്. നിർബന്ധമായിട്ട് മഗ്രിബ് ആദ്യം നിസ്കരിച്ചതിന് ശേഷമേ ഇശാ നിസ്കരിക്കാൻ പാടും. അങ്ങനെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മഗ്രിബ് നിസ്കാരത്തെ കസറാക്കാൻ പറ്റില്ല. 4 റക്അത്തുള്ള നിസ്കാരത്തെ അഥവാ ളുഹർ, അസർ, ഇശാ ഈ 3 വക്തുകളെ കസറാക്കി 2 റക്അത്താക്കി ചുരുക്കാൻ പറ്റും. മഗ്രിബ് ആകെ 3 റക്അത്തുള്ളൂ. അതുകൊണ്ട് ആ 3 മുഴുവനായിട്ട് നിസ്കരിക്കണം. പിന്നെ സുബഹിയുടെ കാര്യത്തിൽ രണ്ടുമില്ല, ജംഇല്ല, സുബഹിയിൽ കസറുമില്ല. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മഗ്രിബ് നിസ്കാരം ആരംഭിക്കുകയാണ്. മഗ്രിബ് നിസ്കാരം ആരംഭിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഗ്രിബിന് ശേഷം ഇശായിനെ കൂടി ഞാൻ ജംആക്കുന്നു എന്നുള്ള നിയ്യത്ത് എപ്പോൾ കരുതണം? മഗ്രിബ് നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ ഞാൻ കരുതണം. അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ സലാം വീട്ടുന്നതിന് മുമ്പായിട്ടെങ്കിലും കരുതണം. അപ്പോൾ മഗ്രിബ് നിസ്കാരം അതിൽ കസറില്ല, അതുകൊണ്ട് പിന്നെ അവിടെ കസറിന്റെ നിയ്യത്ത് വെക്കേണ്ടതില്ല. അപ്പോൾ മഗ്രിബ് നിസ്കാരത്തിന്റെ സാധാ നിയ്യത്തിനോടുകൂടെ ഈ മഗ്രിബ് നിസ്കാരത്തിനോടുകൂടെ ഞാൻ ഇശാ നിസ്കാരത്തിനെ കൂടി ജംആക്കി നിസ്കരിക്കാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ മഗ്രിബ് നിസ്കാരം ആരംഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ നിയ്യത്ത് വെച്ചത് പിന്നീട് അത് മറന്നു പോകാതിരിക്കാനാണ്. അപ്പോൾ നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിലും മഗ്രിബിന്റെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് അത് കരുതിയാൽ മതി എന്നാണ്. ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വെച്ചത്. ആദ്യം വെക്കാൻ മറന്നുപോയവർക്ക് ഇടയിൽ വെക്കാവുന്നതാണ്. അങ്ങനെ മഗ്രിബ് 3 റക്അത്ത് നിസ്കരിച്ച ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇശാ നിസ്കരിക്കുകയാണ്. ഇശാ നിസ്കരിക്കുമ്പോൾ അവിടെ കസർ എന്നുള്ളൊരു ആനുകൂല്യം കൂടി ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഇവിടെ ജംഇനെ കരുതേണ്ട ആവശ്യമില്ല. ജംഇനെ ഞാൻ ആദ്യം കരുതി വെച്ചു. അപ്പോൾ ഇനി സാധാരണ എൻ്റെ ഇശാഇന്റെ നിയ്യത്തിനോടുകൂടെ ഈ ഇശാ നിസ്കാരത്തിനെ ഞാൻ കസറാക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ എനിക്ക് യാത്ര തുടരാം. അങ്ങനെ ഞാൻ ആ 2 റക്അത്ത് നിസ്കാരവും പൂർത്തീകരിച്ചു. ദുആ ചെയ്തു, പള്ളിയിൽ നിന്നിറങ്ങി ബൈക്കിൽ കയറി എൻ്റെ യാത്ര ആരംഭിച്ചു. ഇവിടെ എൻ്റെ നിസ്കാരങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇനി യാത്ര എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇശാ ബാങ്ക് കൊടുത്തു. ഇശാന്റെ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയിട്ടും എനിക്ക് ഇശാ നിസ്കരിക്കാമായിരുന്നു. എന്നാലും യാത്രയിൽ എനിക്ക് ഈ ആനുകൂല്യം സ്വീകരിക്കാം എന്നതാണ് നിയമം. അപ്പോൾ യാത്രയിൽ തന്നെ ആയിരിക്കണം. എനിക്ക് ആ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ആ നിസ്കാരം നിർവഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം വീട്ടിലെത്തുമ്പോൾ യാത്ര അവസാനിച്ചു. യാത്ര അവസാനിച്ചതിന് ശേഷം ജമോ കസറോ ആക്കി നിസ്കരിക്കാൻ പറ്റില്ല. അത് പിന്തിച്ചതാണെങ്കിലും പറ്റില്ല. യാത്രയിൽ തന്നെ നിസ്കാരം നടന്നിരിക്കണം എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഹ്രസ്വമായിട്ട് ജംഉം കസറുമാക്കി നിസ്കരിക്കുന്നതിന്റെ മസല. വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്നതാണ്.